നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു ഷെർലി വാസുവിന്. വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ ഡോക്ടറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം 35 വർഷത്തെ സേവനത്തിന് ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറെ എത്തിച്ചത്. കുഴഞ്ഞു വീണ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ തന്നെയായിരുന്നു. ഫോറൻസിക് മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ ഷെർലി വാസു. ഒട്ടനവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയത് ഷെർലി വാസുവിൻ്റെ നിർണായകമായ ഇടപെടലിലൂടെയായിരുന്നു. ചേകന്നൂർ മൗലവി കേസ്, കേരളത്തിലെ ഏറ്റവും വിവാദമായ സൗമ്യ പീഡനക്കേസ് അടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷെർലി വാസു ആയിരുന്നു. ആയിരക്കണക്കിന് കേസുകളാണ് ഷെർലി വാസു ഔദ്യോഗികമായ കാലയളവിനുള്ളിൽ പരിശോധിച്ചതും അതിലൂടെ പോലീസിന് ഒട്ടനവധി തുമ്പുണ്ടാക്കാനായി സാധിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ അറിവ് പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. 1982 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചു. 1984 ഫോറൻസിക് മെഡിസിനിൽ MD ബിരുദം നേടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ പദവികൾ വഹിച്ചിരുന്നു. 1997 മുതൽ 99 വരെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടേഷൻ പ്രൊഫസറായി. അസോസിയേറ്റ് പ്രൊഫസറായി വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. 2001 ജൂലൈയിൽ പ്രൊഫസറായി ഇവിടെ സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് ഒട്ടനവധി വിവാദപരമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ ഡോക്ടർ ഷെർലി വാസുവിന് കഴിഞ്ഞത്. 2010 തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. 2012 വരെ ഫോറൻസിക് വിഭാഗം മേധാവിയായി അവിടെ ഇരുന്നു. 2014 പ്രിൻസിപ്പളായി. 2017 കേരള സർക്കാരിൻ്റെ സംസ്ഥാന വനിതാ രത്നം പുരസ്കാരമായിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡും ലഭിച്ചു. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നതാണ് ഡോക്ടർ ഷെർലി വാസുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നും. ഡോക്ടർ കെ ബാലകൃഷ്ണനാണ് ഭർത്താവ്. മക്കൾ നന്ദന, നിതിൻ എന്നിവരാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.